സ്വർണപ്പാളിയെ ചെമ്പുപാളിയാക്കാൻ കഴിവുള്ള അമ്പലം വിഴുങ്ങികൾ. ശബരിമലയിലെ കൊള്ളയ്ക്ക് പിന്നിൽ സംഘടിത മാഫിയ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയന്ത്രിക്കുന്നതാര്? അയ്യന്റെ പുണ്യ പൂങ്കാവനമാണ് ശബരിമല. മണ്ഡല മഹോത്സവം നടക്കുമ്പോൾ സന്നിധാനം അക്ഷരാർത്ഥത്തിൽ സ്വർണപ്രഭയാൽ തിളങ്ങി നിൽക്കും. അതിവിശിഷ്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമല ദർശനം പുണ്യദർശനമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഇവിടെ എത്താറുണ്ട്. കേരളത്തിൽ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം എത്തിക്കുന്ന ആരാധനാലയങ്ങളിൽ ഒന്ന് തന്നെയാണ് ശബരിമല എന്ന് പറയാം. ശബരിമലയുടെ സ്ഥാനവും അതിൻ്റെ വ്രതശുദ്ധിയുമെല്ലാമാണ് അതിനെ പ്രശസ്തമാക്കുന്നത്. എന്നാൽ കുറച്ചു കാലങ്ങളായി വിവാദങ്ങളിൽപ്പെട്ട് വാർത്തകളിൽ നിറയുകയാണ് നമ്മുടെ അഭിമാന ശബരിമല. ഭക്തർ നൽകുന്ന സ്വർണത്തിനും മറ്റ് വിലപിടിപ്പുള്ള സമർപ്പണങ്ങളൊക്കെയും തട്ടിയെടുക്കാനും അയ്യപ്പനെ വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു മാഫിയ ശബരിമലയിൽ ചുറ്റിപ്പറ്റി സജീവമാണ്. ശബരിമലയിലെ സ്വർണപ്പാളിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി പല പ്രമുഖരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. ശ്രീകോവിലിന്റെ വാതിൽ ഭാഗങ്ങൾ ചെന്നൈയിൽ പ്രദർശനത്തിന് വെച്ചിരുന്നു. പ്രദർശനത്തിന് വെക്കുന്ന ഈ ഭാഗങ്ങളിൽ പൂജ നടത്താവുന്നതാണ്. അതിനായി വൻ തുക തന്നെ ഈടാക്കുകയും അത്തരത്തിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ 30 കിലോ ശുദ്ധ സ്വർണം ശബരിമലയിലേക്ക് നൽകിയിരുന്നു. അതിൽ നിന്നും 5 കിലോയിലേറെ സ്വർണം ദ്വാരപാലക ശില്പങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തൽ നടത്തിയത് സെന്തിൽനാഥാണ്. വിജയ് മല്യയാണ് സെന്തിൽനാഥിനെ ശബരിമലയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. തമിഴ്നാട് സ്വദേശിയും കൊച്ചിയിൽ താമസക്കാരനുമാണ് സെന്തിൽനാഥ്. സ്വർണപ്പാളി പൊതിയുമ്പോൾ സന്നിധാനത്ത് അതിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയുമാണ് സെന്തിൽനാഥ്. ഇതൊന്നും തന്നെ ഇപ്പോൾ കാണുവാനില്ല. 24 ക്യാരറ്റിലുള്ള 5 കിലോ സ്വർണത്തിന്റെ ഉത്തരവാദിത്തം ഇനി ആരേറ്റെടുക്കും? നിലവിലെ വില 5.5 കോടിക്കടുത്താണ്. സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി നടത്തിയ സ്വർണമാണ് ഉപയോഗിച്ചതെന്ന സെന്തിൽനാഥിന്റെ മൊഴിയിൽ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റും സംഘവും എന്തു മറുപടി നൽകും? ശബരിമല വിവാദങ്ങളിൽ ഏത് വാർത്ത വന്നാലും അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ശബരിമല വിവാദത്തിൽപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ ആരും അറിയാതിരുന്ന ഈ പോറ്റി ഇന്ന് വമ്പൻ ഹിറ്റാണ്. ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യമുള്ള പോറ്റി. സ്വർണത്തെ വെള്ളിയാക്കാനും ശ്രീകോവിലിന്റെ വാതിൽ ഭാഗങ്ങൾ കടത്തിക്കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും കഴിവുള്ള ഇടനിലക്കാരൻ. കെട്ടുറപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ദേവസ്വം ബോർഡും കർശന നിയമങ്ങളും നിയന്ത്രണങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്ന ശബരിമലയിൽ നിന്നും ഒരു മാഫിയ പ്രവർത്തനം നടത്താൻ കഴിവുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് നോക്കാം. 2017 കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ശബരിമലയിലെത്തി. തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം. ഇദ്ദേഹത്തിന്റെ പിതാവ് പുളിമാത്ത് ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അതിനാൽ ക്ഷേത്രോത്സവങ്ങളിൽ പൂജാരിയുടെ സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലെ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഏറെ നാൾ പൂജാരി ആയതിനു ശേഷമാണ് ശബരിമലയിൽ എത്തുന്നത്. ശബരിമലയിലെ തന്ത്രിമാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലവര മാറി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തർക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയതോടെ അവർക്കിടയിലെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. ശബരിമലയിലേക്ക് വഴിപാടായി സാമ്പത്തികം എത്തിക്കുവാൻ വ്യവസായികളെ മറ്റും സഹായിക്കുന്നതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച ആരംഭിക്കുകയായി. പല പ്രമുഖരുടെയും വിശ്വാസ്യത മുതലെടുത്ത് ശബരിമലയിൽ പല ക്രമക്കേടുകളും നടത്തുവാനുള്ള ശേഷിയും ഉണ്ടാക്കിയെടുത്തു. വിവിധ രാഷ്ട്രീയ പ്രമുഖർക്കൊപ്പം നിൽക്കുന്ന പോറ്റിയുടെ ഫോട്ടോയും ഇപ്പോൾ വൈറലാണ്. ശബരിമല വിവാദം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായ പെട്ടെന്നുള്ള സാമ്പത്തിക ഇടപാടുകളും കോടികളുടെ ആസ്തിയും ഭൂമി കച്ചവടങ്ങളും അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ട്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ശബരിമലയിലെ വിവാദം പല ഘട്ടങ്ങളിലായി വിപുലമാവുകയാണ്. ഏതാണ് ശരിയെന്നും തെറ്റെന്നും തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നുണ്ട്.
ഹൈന്ദവ വിശ്വാസത്തിനോടും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരോടും CPM ചെയ്തത് പൊറുക്കാനാവാത്ത വഞ്ചനയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ അറിയിച്ചു. 2018 ശബരിമലയുടെ സംസ്കാരം തകർക്കാനായിരുന്നു CPM ശ്രമിച്ചത്. തുടർന്ന് പ്രതിഷേധിച്ച അയ്യപ്പ ഭക്തരെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടു. ജനങ്ങളെ കബളിപ്പിക്കാൻ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. അഴിമതിക്കാരും നാണമില്ലാത്തവരും ധിക്കാരികളും ഹിന്ദുക്കളോട് വിവേചനം വെച്ചു പുലർത്തുന്നവരുമാണ് പിണറായി വിജയന്റെ CPM എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മൊഴി. ക്ഷേത്രങ്ങളിലെ അഴിമതിയും മോഷണവും അവർക്ക് ശരിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യവസായി വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൂശിയ 1998 മുതൽ ഇക്കാലം വരെ സ്വർണത്തിന്റെ തൂക്കത്തിലുണ്ടായ കുറവിനെ കുറിച്ചും സ്പോൺസർമാർ എന്ന നിലയിൽ ശബരിമലയെ ദുരുപയോഗം ചെയ്യുന്നവരെ കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതിയോട് ആവശ്യപ്പെടാൻ തയ്യാറെടുക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 2025 സ്വർണം പൂശിയ പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണെന്നും സ്പോൺസറുടെ കയ്യിൽ കൊടുത്തുവിടുകയല്ല ചെയ്തതെന്നും ബോർഡ് വാദിക്കുന്നു. ശബരിമല വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്തിക്കയറുകയാണ്. ശബരിമലയിൽ 1998 UB ഗ്രൂപ്പ് ചെയർമാനായിരുന്ന വിജയ് മല്യ നൽകിയ 30 കിലോ സ്വർണത്തിൽ എത്ര കിലോ ബാക്കിയുണ്ടെന്ന് സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കണം. 40 വർഷം വാറണ്ടിയുള്ള സ്വർണപ്പാളികൾ 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് 40ഓളം ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിച്ചത്. ഇക്കാര്യം വിധിയിലുണ്ടെന്നും 40ഓളം ദിവസം എവിടെയായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് പ്രതിപക്ഷം നിരന്തരം ചോദിച്ചിട്ടും മറുപടി കിട്ടിയില്ലെന്നും 2019 സ്വർണപ്പാളി കൊണ്ടുപോയതിൽ ക്രമക്കേടുണ്ടെന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ദേവസ്വം കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും മൂടി വെക്കുകയാണ് ഉണ്ടായത്. ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. ശബരിമലയിൽ നടന്നത് തീവെട്ടിക്കൊള്ളയാണെന്നും ഹൈക്കോടതി ഉത്തരവ് ഇതിനായി അട്ടിമറിച്ചിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇവർ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കുകയാണെന്നും ആചാര ലംഘനം നടത്തുകയും എല്ലാം മോഷ്ടിച്ച് കടത്തുകയാണെന്നും ചെന്നിത്തല തുറന്നടിച്ചു. അപ്പത്തിലും അരവണയിലും അഴിമതി നടത്തുന്നത് പോലെയല്ല, ഇത് ഭക്തരുടെ വിയർപ്പാണെന്നും അവരുടെ കാണിക്കയിൽ നിന്നുമാണ് ഈ ക്ഷേത്രങ്ങളിൽ ഐശ്വര്യം കുമിഞ്ഞുകൂടുന്നതെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. നമ്മൾ കാണുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രം. പുറമേ നിന്ന് കാണുന്നവനെ എല്ലാം ഒരു വാർത്ത മാത്രം, അല്ലാതെ ഒന്നും മനസ്സിലാവില്ല. ക്ഷേത്രങ്ങളിൽ വരുമാനം വർദ്ധിക്കുമ്പോൾ പല ഭാവങ്ങളിൽ കൊള്ളയടിയും നടക്കും. അതിന് ഭരണസമിതിയിലെ ചില ആളുകളുടെ ഒത്താശ ഉണ്ടാകുമെന്ന് ഉറപ്പ്. ഭക്തരുടെ കാണിക്കയിൽ പുറത്തു വരുന്നത് പ്രമുഖർ നൽകിയ കാണിക്കയുടെ വിവരങ്ങൾ മാത്രം. മറ്റുള്ളവ ആരന്വേഷിക്കാൻ? ഇതും അതുപോലെ തന്നെ കുറച്ചന്വേഷണം, കുറെ ഒളിപ്പിക്കൽ, എല്ലാം പഴയപടി. പുതിയ പേരിൽ പുത്തൻ കൊള്ളയടി നടക്കും. അതിനായി സൂത്രശാലിയായ മറ്റൊരു സ്പോൺസർ എത്തും. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.